അങ്ങനെ അതും കഴിഞ്ഞു. നമ്മൾ ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ സെയിലാണ് കേട്ടോ ഇപ്പം ഇതാ ഇവിടെ നടന്നത്. ഇത് പക്ഷേ ഒരു മാസം മുന്നേ നവംബറിൽ നടന്ന സംഭവമാണ്. ഞാനിങ്ങനെ സ്റ്റോക്കൊക്കെ വരുത്തിയിട്ടുള്ള വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്താണ് കേട്ടോ ഈ ആളെടുത്ത്. ആൾക്ക് വേറെ ഷോപ്പുണ്ട്, അവിടെ വന്നപ്പോൾ പ്ലസ് സൈസ് ഉള്ള കളക്ഷൻസ് ഉള്ള സ്ഥലം അറിയുമെന്ന് ചോദിച്ചപ്പോൾ നമ്മളെ കോണ്ടാക്ട് കൊടുത്തിട്ട് നമ്മളെ വീട്ടിലേക്ക് നേരിട്ട് വന്ന ആളായിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ലൈഫിലെ ഞാനൊരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ ഈ ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇയാൾ അത്രയും സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ്. മേരി എന്നാണ് കേട്ടോ ഈ ഒരു കസ്റ്റമറുടെ പേര്. ഇവർ വന്നിട്ട് നമ്മളെ എല്ലാ കളക്ഷൻസും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് നമ്മളെ എല്ലാ കളക്ഷൻസും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഓൺ പ്രൊഡക്ഷൻ ഒന്നുമല്ല, മറ്റുള്ള സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സ്റ്റോക്കുകൾ ഇറക്കിയതായിരുന്നു കേട്ടോ. സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട്, ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇവർക്കിത് നിവർത്തി കാണിച്ചു കൊടുക്കുന്ന സമയത്താണ് ഞാൻ തന്നെ ഇതൊക്കെ നേരിട്ടൊന്ന് കാണുന്നത്. ഞാൻ സ്റ്റോക്ക് ഇറക്കി വെച്ചിട്ടുള്ളത്, എനിക്ക് വേറെ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് സ്റ്റോക്ക് ഇറക്കി വെച്ചിട്ടേ ഉള്ളായിരുന്നു. ഇവരും ഞാനും ഒന്നിച്ചാണ് കേട്ടോ ഈ കണ്ട സ്റ്റോക്ക് മുഴുവൻ ഓപ്പൺ ചെയ്തതും നോക്കിയതൊക്കെ. കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവർ ഇട്ട് നോക്കി. നമുക്ക് ഇതാ 10XL വരെ സൈസസ് അവൈലബിൾ ആണ്. 10XL വരെയുള്ള ഡ്രസ്സുകൾ നമ്മൾ ഏത് സൈസിലും ചെയ്തു കൊടുക്കും കേട്ടോ. ഏത് പാറ്റേണിലും ഏത് ഫാബ്രിക്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ഓൺ പ്രൊഡക്ഷൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ വേറെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ എന്തായാലും കുറച്ച് റേറ്റ് കൂടും. ഓൾറെഡി പ്ലസ് സൈസ് സാധനങ്ങൾക്ക് റേറ്റ് കൂടുതലാണ്. നമ്മൾ വേറെയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇങ്ങനെ എടുക്കുമ്പോൾ എന്തായാലും നല്ല പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ അഫോർഡബിൾ ആക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്തായാലും ഓൺ പ്രൊഡക്ഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ വന്ന സാധനങ്ങൾ എന്തായാലും ഞാനെന്തായാലും ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവരതെല്ലാം നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഇറക്കിയ എല്ലാതും ഞാനൊരു 4-5 ആൾക്കാരുടെ അടുത്ത് ഞാൻ സാധനം ഇറക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കോ അല്ലെങ്കിൽ ഈ വന്ന കസ്റ്റമർക്കോ ഒന്നും ഒരു മോശം പറയാനില്ല കേട്ടോ. സ്റ്റിച്ചിങ് ഒക്കെ ആയാലും ഭയങ്കര ഫിനിഷിങ് ആയിരുന്നു കേട്ടോ ഇവരുടേത്. അപ്പം എന്തായാലും നമുക്ക് നല്ല യുണീക്ക് പീസസ് ഒക്കെ ഇവരുടെ അടുത്ത് വരികയാണെന്ന് നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും എടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം സ്റ്റിച്ചിങ് ഒക്കെ അത്രയും പെർഫെക്റ്റ് ആണ് കേട്ടോ. ഓരോ ഭാഗങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അടിപൊളിയായിരുന്നു. ഒരു കുറ്റം പറയാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഞാൻ ആ ഒരു ഡ്രസ്സിലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. സൈസിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചേച്ചി കുറേ സമയം വന്ന് ഇരുന്ന് നല്ല വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന്. ചേച്ചീനെ ഞാൻ ആദ്യമായിട്ട് കാണാണ്, ചേച്ചി എന്നെ ആദ്യമായിട്ട് കാണാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ലോഗോ പോലും ഡിസൈൻ ചെയ്തിട്ടില്ല, ലോഗോ ലോഞ്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് സ്റ്റോക്കുകൾ ഇറക്കി വെച്ച് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു പേജ് തുടങ്ങുന്നുണ്ട് എന്നുള്ള ഇത് മാത്രമേ ഞാൻ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ ഒരു സമയത്ത്. എന്തായാലും ചേച്ചി വന്നിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിൽ നിന്നും നമ്മളിപ്പോൾ ഈ വലിച്ചിട്ട് ഈ ഒരു ഡ്രസ്സിൽ നിന്ന് അവരൊരു 3 ഐറ്റമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കസ്റ്റമറെ ഞാൻ വിടുന്നുണ്ട് കേട്ടോ, ഇയാളൊന്ന് നോക്ക്, സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ 1 എടുക്കുള്ളൂ എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് ചേച്ചി 3 എടുത്തിട്ടുണ്ടത്. ഐ ആം വെരി ഹാപ്പി. സത്യമായിട്ടും ഞാൻ ലോഗോ ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു സെയിൽ നടന്നപ്പോൾ ഞാൻ അത്രയും ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ പ്രതീക്ഷ. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണേ.